കൊല്ലം ചവറ നീണ്ടകരയിൽ തെരയിൽപ്പെട്ട് ബോട്ട് മറിഞ്ഞ ഒരാൾ മരിച്ചു. രണ്ടുപേരെ കാണാതായി. അഴീക്കൽ സ്വദേശി രാജീവാണ് മരിച്ചത്. കാണാതായ രാധാകൃഷ്ണൻ, മകൻ ഗൗതം എന്നിവർക്കായി തെരച്ചിൽ തുടരുകയാണ്. മനോജ് വിശദാംശങ്ങളുമായി ചേരുന്നു. മനോജ്, എപ്പോഴാണ് ഈ ബോട്ട് അപകടമുണ്ടായത്? മത്സ്യബന്ധനത്തിനായി പോയ ബോട്ടാണല്ലോ. ഈ കാണാതായ അച്ഛനെയും മകനെയും പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിൽ ഏത് ദിശയിലാണ് പുരോഗമിക്കുന്നത്? ഗൗതം, ഇന്ന് പുലർച്ചെ 14 പേരുമായി പോയ മിയാമി എന്ന ബോട്ടാണ്, അതായത് ചെറിയൊരു ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഈ തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. ഇതിൽ ഒരാൾ മരിച്ചതായാണ് റിപ്പോർട്ട്. അതായത് രാജീവ് എന്ന പേരുള്ള ഒരാൾ മരിച്ചിരിക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ളവർ കരയിലെത്തി 2 പേരെ ഇനിയും കിട്ടാനുണ്ട്. രാധാകൃഷ്ണൻ, ഗൗതം എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും കോസ്റ്റ് ഗാർഡിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ഈ വകുപ്പ് തല മുങ്ങൽ വിദഗ്ധരടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരടക്കം ഈ പരിശോധന തുടരുകയാണ്. ഇപ്പോഴും ആളുകളൊക്കെ തന്നെ ഈ നീണ്ടകര പുലിമുട്ടിന് സമീപം അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇതുവരെയും 2 പേരെയും കണ്ടെത്താനായിട്ടില്ല. ഈ ചെറിയ ബോട്ട് മറിഞ്ഞ് അവിടെ തന്നെ കിടപ്പുണ്ട്. അതിന് സമീപത്തായാണ് ഇപ്പോൾ ഈ പരിശോധന തുടരുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ തങ്കശ്ശേരിയിൽ ഒരു വള്ളം മറിഞ്ഞ അപകടമുണ്ടായിരുന്നു. അതിൽ ഈ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പിന്നീട് ആ മൃതദേഹമൊക്കെ കിട്ടുന്നത്. ഇവിടെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. 2 പേരെ ഇനി കിട്ടാനുണ്ട്. എന്തായാലും രാവിലെ കടലിലേക്ക് പോകുമ്പോഴാണ്, മത്സ്യബന്ധനത്തിനായി പോവുകയാണ്. ഇന്ന് ട്രോളിംഗ് കൂടെ അവസാനിക്കുന്ന ദിവസമാണ്. രാവിലെ മത്സ്യബന്ധനത്തിന് പോകുമ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഇവിടെ ആളുകൾ ഒരുപാട് പേരുണ്ട്. ഇവിടെ രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ സംഭവിച്ചത് ഇത് തിരയിൽ പെട്ടതാണ്. കഴിഞ്ഞ ദിവസം തങ്കശ്ശേരിയിൽ ഇതുപോലെ സംഭവമുണ്ട്. അയാളെ കിട്ടി, ഒരാളിനെ കിട്ടി. ഇതിപ്പം 14 പേര് പോയല്ലേ? 3 പേരെ, ഒരാളിനെ കിട്ടി, ഇനി 2 പേരെ കിട്ടാനുണ്ട്. പുലർച്ചെ ഇറങ്ങിയതാണ് 6 മണിക്ക് മുമ്പേ പോയത്. ഇവിടെ അപകട സാധ്യതയുള്ള മേഖല അല്ല, അങ്ങനെയുള്ള മേഖല അല്ല ഇവിടെ. തിരയിൽപ്പെട്ടു പോയതാണ്. ഉടൻ തന്നെ ഇവിടെ എല്ലാവരെയും അറിയിച്ച് മന്ത്രി, നമ്മളെ ഷിബു സാർ വന്ന് ബാക്കിയുള്ള കളക്ടറൊക്കെ വിളിച്ച് അതിന് വേണ്ടി ഏർപ്പാടെല്ലാം ചെയ്തിട്ടുണ്ട്. പരിശോധന അങ്ങനെ തുടരുകയാണ്. ഇവിടെ ഇപ്പോൾ നിരവധി പേർ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കരയിൽ നിന്നും കോസ്റ്റ് ഗാർഡിൻ്റെയും അതോടൊപ്പം പോലീസിൻ്റെയും കോസ്റ്റൽ പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള മറ്റ് തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുവേണ്ടി ബോട്ട് ഈ നീണ്ടകര ഭാഗത്തെ കടലിൽ തന്നെയുണ്ട്. ഇപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികളടക്കം ഈ തിരച്ചിലിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ദിവസം തങ്കശ്ശേരിയിലും ഇത്തരത്തിൽ തന്നെയാണ് മത്സ്യബന്ധനത്തിനായി പോയ ബോട്ടാണ് മറിഞ്ഞത്. ഇപ്പോൾ ഇവിടെയും ഈ മത്സ്യബന്ധനത്തിനായി പോയ 14 പേരുമായി പോയ ബോട്ട് മറിഞ്ഞിരിക്കുന്നു. ഇവിടെ അപകട സാധ്യത മേഖല അല്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ തിരയിൽപ്പെട്ട ബോട്ട് മറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സ്ഥിരമായി മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളാണ്, സ്ഥിരമായി പോകുന്ന ബോട്ടാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഈ തിരയിൽപ്പെട്ട് മറിയുന്നത്. ആ ബോട്ട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതായത് ഈ പരിശോധന നടത്തുന്ന ബോട്ടിന് സമീപം തന്നെ ആ ചെറിയ ബോട്ട് മറിഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ പരിസരത്താണ്, ആ ഒരു മേഖലയിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. നേരത്തെ ഈ മരിച്ച രാജീവൻ, അദ്ദേഹം കരയ്ക്ക് അടിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മരിച്ചു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ബാക്കിയുണ്ടായിരുന്ന കുറേയധികം പേർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് അവർ തന്നെ പറയുമ്പോൾ, അതായത് ഈ തിരയിൽ പെടുകയായിരുന്നു, പെട്ടെന്ന് അപ്രതീക്ഷിതമായി ബോട്ട് മറിയുകയായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ എത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഈ തിരച്ചിലിൻ്റെ ഭാഗമായും അതോടൊപ്പം തന്നെ കാത്തു നിൽക്കുകയാണ്. അവരെ കണ്ടെത്താനാകുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ദിവസം വൈകിയാണ് മൃതദേഹങ്ങൾ, തങ്കശ്ശേരിയിലടക്കം മൃതദേഹങ്ങൾ കണ്ടെത്താനായത്. ഇപ്പോൾ ഇവിടെ പോലീസിൻ്റെ നേതൃത്വത്തിലൊക്കെ രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ തിരച്ചിലിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ കടൽ പ്രക്ഷുബ്ധമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് തിരച്ചിലിന് വേണ്ടിയിട്ട് പോകാനോ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉണ്ട്. അവരൊക്കെ തന്നെ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയതാണ്, വിവരമറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. സാർ, ഇപ്പോൾ ഈ കടലിലേക്ക് തിരച്ചിലിന് പോകാനുള്ള മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. വേറെ നിലവിലൊരു തരത്തിലുള്ള അപ്ഡേറ്റ്സും ഇല്ല. വല കെട്ടി മാറ്റാൻ പോകുന്നു. തീർച്ചയായും ആ ഒരു രീതിയിലുള്ള പരിശോധന, അതായത് അവിടെ ഈ ബോട്ടിൽ വലയുണ്ട്, ആ വലയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ എന്തെങ്കിലും
സംഭവമുണ്ടോ എന്നത്. അതായത് കഴിഞ്ഞ ദിവസം അടക്കം ഈ ബോഡി കിട്ടാൻ വൈകിയത് തങ്കശ്ശേരി ഭാഗത്ത് ഈ അതായത് മുങ്ങിപ്പോയ ആൾ ഈ താഴെ അടിഞ്ഞു കിടക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഏറ്റവും ബുദ്ധിമുട്ടിയാണ് പിന്നീട് അവരെയൊക്കെ കൊണ്ടുവന്നത്. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഒരു ഇപ്പോൾ തിരച്ചിൽ നടക്കുകയാണ്. ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി അവരെ കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകൂ. കാരണം അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ ബോട്ടിലുള്ള ഉദ്യോഗസ്ഥരുമായി കരയിലുള്ള ഉദ്യോഗസ്ഥർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തെ വിവരങ്ങൾ അറിയുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ വല കെട്ടി ഇടുകയാണ്. അതായത് ഈ മുങ്ങിയ ബോട്ടിന് സമീപത്തൊക്കെ വല കെട്ടിയിട്ട് അങ്ങനെയുള്ള പരിശോധനയാണ് ഇനി നടക്കുന്നത്. ഈ അച്ഛനും മകനുമാണ് കാണാത്തത് എന്നുള്ള കാര്യം കൂടെ അറിയുന്നുണ്ട്. അത്തരത്തിൽ ഒരു സ്ഥിരീകരണം കൂടെ വരാനുണ്ട്. ഈ ചേട്ടാ, ഈ കാണാതായിട്ടുള്ള രാധാകൃഷ്ണനെയും ഗൗതത്തിനെയും പരിചയമുണ്ടോ? അച്ഛനും മകനുമാണോ? അവരച്ഛനും മകനുമാണ്. നമുക്കൊരു പരിചയമില്ല. സ്ഥിരമായിട്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാരാണ്. മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളാണ്. തീർച്ചയായും അച്ഛനും മകനുമാണ്. അവർ തൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയതാണ്. ആ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. അങ്ങനെ അവർ രണ്ടുപേരെയും ഇപ്പോൾ കാണാനില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ബാക്കിയുള്ളവരെയൊക്കെ കരയ്ക്കെത്തിക്കാൻ സാധിച്ചു. അതിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ തിരച്ചിൽ ഇങ്ങനെ തന്നെ തുടരാനാണ് കോസ്റ്റൽ പോലീസിൻ്റെ അടക്കം തീരുമാനം. ഈ വിവരമറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയ ഒരുപാട് പേർ ഇവിടെ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. കാരണം അവരുടെ പ്രിയപ്പെട്ടവരൊക്കെയാണ് ഈ ഒരു മത്സ്യബന്ധനത്തിനായി പോയപ്പോൾ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഇവിടെ രാവിലെ ഈ വിവരം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. അതെ, ഇങ്ങോട്ട് എത്തിയതാണ്. ഇപ്പോൾ ബന്ധുക്കളാണ്. വള്ളം രാവിലെ പടിഞ്ഞാട്ട് പോയത് മുമ്പിലൊരു വള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് ആളുകളൊക്കെ രക്ഷപ്പെട്ടു. മുമ്പിലൊരു വള്ളം ഉണ്ടായിരുന്നു, അതാണ് ആളുകളെല്ലാം എടുത്തത്. ബാക്കി ഒരാളെ കിട്ടി, ഒരു ബോഡി കിട്ടി, രണ്ടുപേരെ കിട്ടാനുണ്ട്. മറ്റേ മഹാലക്ഷ്മി എന്ന് പറയുന്ന വെള്ളത്തിലാണ് അവർ കയറി വന്നത്. മഹാലക്ഷ്മി വെള്ളമാണ് മുമ്പിൽ നിന്ന് പോയത്. അതിൻ്റെ പുറകിൽ നിന്ന് പോയ വള്ളമാണിത്. അപ്പോഴാണ് അപകടം സംഭവിച്ചത്. ആ വള്ളം ഉള്ളത് കൊണ്ട് ആളുകളെല്ലാം ആ വള്ളത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റി. ആ വള്ളമില്ലായിരുന്നെങ്കിൽ കൂടുതൽ ഈ ആപത്ത് സംഭവിക്കുമായിരുന്നു. ഇനി രണ്ടുപേരെ കാണാനുണ്ട്. തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും മകനുമാണ്. മരിച്ച അതായത് അച്ഛനും മകനുമാണ്. അമ്മായി അച്ഛനാണ് മരിച്ചത്. ബന്ധുക്കളൊക്കെയാണ് വലിയ വിഷമത്തിൽ. അവരൊക്കെ വന്ന് ഈ കാണുകയാണ് ഈ തിരച്ചിൽ അങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യം. അവർ പറഞ്ഞത് വെച്ച് ഇപ്പോൾ ഒരു വള്ളം, അതായത് 2 വള്ളങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ഈ 14 പേരെ ഉൾക്കൊള്ളുന്ന ഒരു വള്ളമാണ്. അപ്പോൾ ചെറിയ വെള്ളമല്ല എന്ന് മനസ്സിലാക്കാം. അത്തരത്തിൽ ഈ വള്ളങ്ങൾ പോകുമ്പോൾ മുമ്പിലുണ്ടായിരുന്ന മഹാലക്ഷ്മി എന്ന് പറയുന്ന വള്ളത്തിലാണ് ഈ വള്ളം മറിഞ്ഞപ്പോൾ അവരെ കൊണ്ട് ഇങ്ങോട്ടേക്ക് കരക്കെത്തിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ കൂടുതൽ വലിയ അപകടമുണ്ടാകും എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത്. ഓക്കെ മനോജ്, എന്തായാലും വളരെ ദുഃഖകരമായ വാർത്ത കൊല്ലം നീണ്ടകരയിൽ നിന്നും വരുന്നു. മത്സ്യബന്ധനത്തിനായി പോയ വള്ളം മറിഞ്ഞ് 2 പേരെ കാണാതായി, ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. മഹാലക്ഷ്മി എന്ന ഒരു വള്ളം ഈ മറിഞ്ഞ വള്ളത്തിന് തൊട്ട് മുൻപേ പോയതിനാൽ വലിയ ഒരു ദുരന്തം ഒഴിവായി എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നീണ്ടകരയിൽ നിന്നും മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.